നമ്മളിപ്പോൾ ഉള്ളത് ധനുഷ്കോടിയിലാണ്. അപ്പം ധനുഷ്കോടി എന്ന് പറയുമ്പോൾ രാമേശ്വരത്ത് നിന്ന് 16 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ധനുഷ്കോടിയിൽ എത്തിപ്പെടുന്നത്. അപ്പം ധനുഷ്കോടിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി 8 മണിക്കാണ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് രാത്രി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓൺ ദ വേ ഓൾമോസ്റ്റ് മധുരയ്ക്ക് എത്താൻ നേരത്തെ കുറച്ചൊരു 3 hours ഉറങ്ങി. അത് കഴിഞ്ഞ് നമ്മളിവിടെ രാമേശ്വരം എത്തിയ സമയത്ത് 9 o'clock ആയി. സോ നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളൊരു ആവറേജ് 100 km/h നല്ല റോഡാണ്, അടിപൊളി ഹൈവേ ആണ്. അപ്പോൾ ആ ഹൈവേ കൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഓൾമോസ്റ്റ് 100 ആവറേജിൽ നമുക്ക് പോവാം രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഈവൻ പകലാണെങ്കിൽ പോലും 100 ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാവുന്നൊരു സ്പീഡാണ് 100 km/h എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്പീഡിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. സോ 9 o'clock എന്ന് പറഞ്ഞൊരു ടൈമിനുള്ളിൽ നമ്മളിവിടെ എത്തി. അപ്പം 9 o'clock അപ്പോൾ ഏകദേശം ലൈക്ക് 11 hours 3 hours നമ്മൾ ഓൾമോസ്റ്റ് ഉറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3 hours കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 hours നമുക്ക് ഈസി ആയിട്ട് രാമേശ്വരത്തേക്ക് എത്താം. ഐ മീൻ എസ്പെഷ്യലി ധനുഷ്കോടി വരെ എത്താം. കാട്ടിൻ്റെ ഒരു കളറിങ് നേരെ ഒരു ലൈറ്റ് ഹൗസും കാണാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലെത്തി. അതായത് ഇന്ത്യയുടെ ഗോസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ഈ ധനുഷ്കോടിൻ്റെ ലാസ്റ്റ് പോയിന്റിലാണ് നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു പില്ലർ കാണാം ഈ ലാസ്റ്റ് പോയിൻ്റ്. ആൻഡ് അറ്റ് സെയിം ടൈം ഇതാ. സോ ഇതാണ് ധനുഷ്കോടി, അതായത് രാമേശ്വരത്ത് നിന്ന് 16 കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തിപ്പെടുന്ന ലൊക്കേഷൻ. അപ്പം ഇതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടൊരു ലാൻഡ്, ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ലാൻഡ് ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ ഇവിടുന്ന് 18 കിലോമീറ്ററാണ് ശ്രീലങ്കയ്ക്കെന്ന് പറയപ്പെടുന്നത്. പക്ഷേ ശ്രീലങ്ക എന്തായാലും ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണില്ല. അപ്പം നമ്മൾ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടു. അതായത് ധനുഷ്കോടി എന്ന് പറഞ്ഞ ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ലാസ്റ്റ് പോയിന്റ് അതാ നേരെ കാണുന്നതാണ് ലാസ്റ്റ് പോയിന്റ്. അവിടെ ചെറിയൊരു പില്ലർ കാണാം കുറച്ച് ദൂരെയായിട്ട്. അപ്പം അവിടെ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ക്രൗഡിലേക്ക് ഇറങ്ങുന്ന തീരെയും ഉചിതമല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞാനിവിടെ നേരെ കുറച്ച് മുമ്പോട്ട് ഇറങ്ങിയത് കാർ ഇവിടെ നിർത്തി. അപ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് കടൽ കാണാം. ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീനും ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീനിഷ് ബ്ലൂ ആയിട്ടുള്ളൊരു കളറാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം 2 സൈഡിലുള്ള കടലിന് 2 കളറുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഈ ഒരു സൈഡ് വരുന്നത് ഇന്ത്യൻ ഓഷനും അപ്പുറത്തെ സൈഡിൽ വരുന്നത് ബേ ഓഫ് ബംഗാളും കൂടിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളമൊക്കെ നല്ല ക്ലിയറാണ്. ഈ ഒരു സൈഡിൽ മാത്രം എന്തോ ഉണ്ട്, ഇവിടെ മാത്രമേ കുറച്ച് കളർ ഡിഫറൻസ്. പക്ഷേ ആ ഭാഗത്തൊക്കെ നല്ല ക്ലിയർ വെള്ളമായിരുന്നു. ഓക്കെ, സോ ഇവിടുന്ന് അതായത് ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ നിന്ന് 18 കിലോമീറ്റർ നേരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ എത്തിപ്പെടും എന്നാണ് പറയുന്നത്. സമയം 10 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല വെയിൽ അറിയാനുണ്ട്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ചൂട് ഫീൽ ചെയ്യുന്നില്ല, കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് 15 kilometers ഇൻസൈഡ് ദ സീ ആണ്. അപ്പോൾ നമ്മുടെ 2 സൈഡിലും കടലാണ്. ആൻഡ് ഈ ഒരു പോയിന്റ് ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടെയാണ്. സോ ഈ നേരത്തെ മറ്റേ സൈഡിൽ നോക്കിയ സമയത്ത് കടൽ അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു സൈഡിലൊക്കെ നല്ല ക്ലിയർ വെള്ളമാണുള്ളത്. മീനൊക്കെ കാണാം, ഭയങ്കര ബ്യൂട്ടിയാണത്. സോ അത് ചെറിയൊരു ഐലൻഡ് പോലെയാണ്. അങ്ങ് ലാസ്റ്റ് കോർണറിൽ ചെറുതായിട്ട് ലൈനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു ഐലൻഡാണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. അത് ഈ ഒരു വഴിക്കാണ് പോകേണ്ടത്. സോ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അമേസിങ് വ്യൂ ആണ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ വ്യൂ ആണ്.
കാലാവസ്ഥ ചെറിയ ചൂടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ യാതൊരു ഡിസ്കംഫർട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നല്ല രസമുണ്ടല്ലോ കാണാൻ. രണ്ട് സൈഡിലും ഈ ഒരു സൈഡിലും മണൽ, അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഒരു ലൈറ്റ് ഹൗസ് കാണാം. അപ്പം ഈ ഒരു സൈഡിൽ ബീച്ചാണ്, കൊക്കിനെയൊക്കെ കാണാം. അങ്ങനെ നേരെ പോയിട്ട് ലൈറ്റ് ഹൗസിലേക്ക് എത്തണം. ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറാൻ പറ്റുമോ? അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്, ചോദിച്ചു നോക്കട്ടോ. അതിനകത്തോട്ട് കയറാൻ പറ്റുമോ? നമ്മളിപ്പം ലൈറ്റ് ഹൗസ് എന്തായാലും ഇപ്പോഴും ഓപ്പൺ അല്ല, മേ ബി 1 month കഴിഞ്ഞിട്ട് ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ആരും വരികയാണെങ്കിൽ തീർച്ചയായും ലൈറ്റ് ഹൗസ് കാണാൻ മറക്കണ്ട. ആൻഡ് അപ്പം അതിന് സൈഡിലായിട്ട് ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഷോപ്പിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതും അതേപോലെ കുറച്ച് ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട്. അപ്പോൾ ഈ എല്ലാം ഓല മേഞ്ഞൊരു ട്രഡീഷണൽ സെറ്റപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ സെയിലിന് വെച്ചിരിക്കുന്നതൊക്കെ നോക്കട്ടെ. പശയിൽ ചെയ്തതാണിത്. ഇത് കുറച്ച് വെറൈറ്റി ആണോ? కర్పూరం పక్కన పెట్టింది, అది నల్లగా కాదు, అందుకని ఒరిజినల్ పెట్టింది. സോ ഇതാണ് ഇവിടുത്തെ അബാൻഡൻ ചേർച്ച് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ പോയില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് ഫുള്ള്. അത്യാവശ്യം വലിയൊരു ചേർച്ചുമായിരുന്നു. കുരിശൊന്നുമില്ല, കുരിശിൻ്റെ ഒക്കെ ആ ഒരു സ്റ്റാർട്ടിങ് മാത്രം മേലെ കാണാനുണ്ട്. നല്ല വെയിലും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ. ഇതെന്താ പറഞ്ഞല്ലേ, ഇതെന്തായിരിക്കും സംഭവം? ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ച കല്ലുകളൊക്കെ നോക്കി, ഭയങ്കര പ്രത്യേകമായിട്ടുള്ള കല്ലുകളാണുള്ളത്. ഇതിൻ്റെ അടിയിൽ നേരെ ഇഷ്ടിക യൂസ് ചെയ്തിട്ടുണ്ട്. അതാ പലതരം വെറൈറ്റി ആയിട്ടാട്ടോ ഇതുണ്ട് ഉപയോഗിച്ചിരിക്കുന്ന. അതിൻ്റെ അകത്ത് കല്ലൊക്കെ യൂസ് ചെയ്ത് എല്ലായിടത്തും അതേപോലെ തന്നെ. അപ്പോൾ ആൾക്കാരിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം. എത്ര കൊല്ലം പഴക്കമുള്ള ആൾക്കാരെയാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടല്ലേ. ഒന്നും ബാക്കിയില്ല, നമുക്ക് ചെറിയ ചെറിയ കുറച്ച് ഭാഗങ്ങൾ മാത്രം. പക്ഷെ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു മെമ്മറി ആയിട്ട് ഇത് ഈ ഒരു ഭാഗം നല്ല കറക്റ്റ് വെടിപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ആൾക്കാരൻ്റെ ബാക്കിലൊക്കെ ആ ഓരോ തരം ഉപയോഗിച്ച കല്ലിൻ്റെ ആ ഒരു ഡിഫറൻസ് അറിയാണ്ട്. ഇവിടെയുള്ള ഓരോ കല്ലിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ കുറേ ഹോൾസ് ഉള്ളത്, ഇവിടെ അല്ലാത്ത ഒരു ടൈപ്പ്, ഇവിടെയും അങ്ങനെ കുറേ ഡിഫറൻസ് ഉള്ള. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം എന്തായാലും. ഇതെന്തായിരിക്കും ഇതിൻ്റെ ഇടയിൽ യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോൾ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അവിടെ അബാൻഡൻ ചേർച്ച് കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെയും കുറച്ച് മുമ്പോട്ട് വന്നപ്പം ഇവിടെ ചെറിയൊരു ഹാർബർ
പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹാർബറിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഹാർബറിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് തന്നെ കരുതിയിട്ടാണ് ഇവിടേക്ക് ഇവിടുന്ന് ജസ്റ്റ് ഇവിടെ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നു, അവിടെ നേരെ പാസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്തപ്പം ഈ സൈഡിലോട്ടാണ് ഇത് കാണുന്നത്. ഈ നല്ല ബ്ലൂയിഷ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചങ്ങലൊക്കെ വെച്ചത് കാണാം, തുരുമ്പടിച്ചിട്ട്. ഇവിടെ നേരെ നമുക്ക് ഈ ഹാർബറിലേക്ക്, അപ്പം ഈ ഹാർബർ എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചു തരാം. നല്ല വേവ്സ് ഒക്കെ ഉണ്ട്. ഓ, അപ്പോൾ നമുക്ക് ആ അറ്റം വരെ ഒന്ന് പോകാൻ പറ്റുമോ നോക്കാം എന്തായാലും. ഈ ഒരു ധനുഷ്കോടിയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ കടലിന് ഭയങ്കര കളറാണെന്നുള്ളതാണ്. നല്ല രീതിയിൽ വേവ്സും ഉണ്ട്. ഓ, ഇവിടെ കുറേ ഭാഗം തുരുമ്പടിച്ച് പോയി കേട്ടോ. എനിക്കൊന്നും അത്യാവശ്യം പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു ഇവിടെ. ഭയങ്കര വ്യൂ കേട്ടോ ഇങ്ങനെയൊരു കാഴ്ച എന്ന് പറയുന്നത്. മണ്ണെടുത്ത് കൊണ്ടുപോകണം ആ ഗ്രീനിലേക്ക് തന്നെ. അത് കളർ ചേഞ്ച് വരുന്നത് ഈ ഒരു സൈഡിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സൈഡിൽ എപ്പോഴും പ്യുവറായിട്ട് കിടക്കണം. ഓ, അടിപൊളി. ഓ, ഒരു കളറ് തന്നെ നോക്കി. ശരിക്കും ആ കളറാണ് അതിൻ്റെ അത് ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ചെറിയൊരു ഹാർബറാണ്, അധികം ദൂരമൊന്നുമില്ല, ഒരു ഹാർഡ്ലി 100 മീറ്റർ അത്രയൊക്കെ തന്നെ ഉള്ളൂ.